ട്രെയിൻ റോബറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകളെ ബന്ദിയാക്കുന്ന കലാപരിപാടി ഇപ്പോൾ ബലൂചിസ്ഥാൻ തുടങ്ങി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ബലൂചിസ്ഥാൻ അത്ര പെട്ടെന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് രാജ്യത്ത് നിന്ന് വിട്ടുപോകുന്നൊന്നുമല്ല. അങ്ങനൊന്നും പോകാൻ പറ്റുകയില്ല. കാരണം ഇതിൻ്റെ ഗണ്യമായൊരു ഭാഗം പാകിസ്ഥാനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ബംഗ്ലാദേശ് വേർപെട്ട പോലെ ബലൂചിസ്ഥാന് വേർപെടാൻ പറ്റുകയില്ല. കാശ്മീരിലെ പോലെ അവർ ഈ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ പോരാട്ടം തുടരുകയും ആ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുകയും ചെയ്യുന്ന പഴയ കലാപരിപാടി ആവർത്തിക്കുകയും ചെയ്യാനാണ് സാധ്യത. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നില്ല ഒരു സന്തോഷം അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാശ്മീരിൽ പാകിസ്ഥാൻ കളിക്കുന്ന അതേ കളി തന്നെയാണ് ബലൂചിസ്ഥാനിൽ ഇന്ത്യയും കളിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനും അതേ കളി തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. താലിബാൻ്റെ ഉപദ്രവം ഒരു ഭാഗത്ത്, ഈ പണ്ടാരട്ട് പറഞ്ഞ പോലെ മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതാവേശം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബലൂചിസ്ഥാൻ്റെ പോരാട്ടം പുതിയ തലത്തിലേക്ക് എത്തുന്നത് ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കും എന്ന് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകത്ത് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.